നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ എന്ന ചെറുകഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് മരപ്പാവകൾ. ജനസംഖ്യാ കണക്കെടുപ്പുകാരനായ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എന്യൂമറേറ്റർ ആശാരിപ്പറമ്പിൽ നളിനിയുടെ വീട്ടിൽ കണക്കെടുപ്പിനായി എത്തുന്നു. എന്യൂമറേറ്ററും നളിനിയും തമ്മിലുള്ള സംഭാഷണം ഒരു കഥാശില്പമായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അയാളുടെ ചോദ്യങ്ങളും അതിന് അവൾ നൽകുന്ന ഉത്തരങ്ങളും അവളുടെ ഒരു ജീവിതാവസ്ഥയെ വെളിപ്പെടുത്തുന്നു. മുറ്റത്ത് ചെന്ന് നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഓല കുത്തി മറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടുന്നാണ് കഥ ആരംഭിക്കുന്നത്. മദ്യപനും ദുർമാർഗിയുമായ ഭർത്താവുമായി പിണങ്ങിപ്പിരിഞ്ഞ് അമ്മയോടും സഹോദരനോടൊപ്പം താമസിക്കുകയാണ് നളിനി എന്ന യുവതി. ഉമ്മിണി ആരാണെന്ന ചോദ്യത്തിന് അത് തൻ്റെ അമ്മയാണെന്നും അമ്മ തഴ വെട്ടാൻ പോയേക്കുവാണെന്നും പറയുന്നു. പായുണ്ടാക്കാനുള്ള തഴ വെട്ടാൻ. സഹോദരൻ തച്ചിൻ്റെ പണിക്കും പോയിരിക്കുന്നു. ജനസംഖ്യാ കണക്കെടുപ്പിന് വേണ്ടിയുള്ള എന്യൂമറേറ്ററുടെ ചോദ്യങ്ങളൊന്ന് അവളുടെ തൊഴിൽ എന്താണെന്നായിരുന്നു. അതിനവൾ തൊഴിൽ ഒന്നുമില്ല എന്ന് ഉത്തരം പറയുന്നു. അപ്പോൾ ആശ്രിത എന്ന് എഴുതാം എന്ന് അയാൾ പറയുന്നതിന് ഉത്തരമായി അവൾ സ്ത്രീ രൂപത്തിലുള്ള 3 പാവകൾ അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഈ പാവകൾ താൻ ഉണ്ടാക്കിയതാണെന്നും ഇത് വിറ്റാൽ മാസം 15 രൂപ കിട്ടും, ഇത് വിറ്റാണ് അവൾ ജീവിക്കുന്നതെന്നും പറഞ്ഞു. അവയുടെ ഭംഗി കണ്ട് എന്യൂമറേറ്റർ പറഞ്ഞു, 4ഉം ഒന്നുപോലെ അത്ഭുതകരം. അയാൾ 4ൽ ഒന്നായി കണക്കാക്കിയത് നളിനിയെ തന്നെ ആയിരുന്നു. അവൾ സുന്ദരിയാണെന്ന് അയാൾ പരോക്ഷമായി പ്രശംസിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവൾ ആ ധ്വനി മനസ്സിലാക്കാതെ ഒരു ജീവനുള്ള പ്രതിമയാണ് താനെന്ന് അയാൾ പറഞ്ഞത് എന്ന് ഭാവിച്ചു നിന്നു. അത് തൻ്റെ വിധിയാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അവൾ അകത്തു പോയി ക്രുദ്ധമായ മുഖഭാവത്തോടു കൂടിയുള്ള ഒരു ശ്രീകൃഷ്ണ പ്രതിമ എടുത്തുകൊണ്ട് വന്നു. ആദ്യമൊക്കെ ഭർത്താവ് അവളോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ പ്രതിമയുണ്ടാക്കുമ്പോൾ അവൾ അയാളുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രതിമ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ പ്രതിമ, ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പ്രതിമ, ആ പ്രതിമ എല്ലാവരും വാങ്ങുമായിരുന്നു. എന്നാൽ ഭർത്താവുമായി പിരിഞ്ഞതോടെ അയാളുടെ ക്രൂരമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൾ ഉണ്ടാക്കുന്ന പ്രതിമയ്ക്കും ആ ക്രൂരഭാവം വന്നു തുടങ്ങി. അങ്ങനെ അവളുടെ പ്രതിമകൾ ആരും വാങ്ങാതെ ആയി. പിന്നീട് അവൾ സ്ത്രീ രൂപത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ തന്നെ രൂപമാണ് പ്രതിമയിൽ, അവളുടെ തന്നെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രതിമ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആളുകൾ അവളെ കളിയാക്കാൻ തുടങ്ങി. ആരും പാവ വാങ്ങാതെയുമായി. പിന്നെ അവൾ അത് ആലോചിച്ച് പേടിക്കാതെ ആയി. പിന്നെ ഈ ലോകത്ത് താനല്ലാതെ മറ്റാരുമില്ലെന്ന വിചാരം അവൾക്കുണ്ടായി. ഇതെല്ലാം കേട്ട എന്യൂമറേറ്റർ പറഞ്ഞു, അതാണ് കലാകാരിയുടെ അഹന്ത. ആ പറച്ചിലൂടെ അവളിലെ കലാകാരിയെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയുമാണ് അയാൾ ചെയ്തത്. അതോടൊപ്പം അവളുടെ ജീവിത നൊമ്പരങ്ങളും അയാൾ മനസ്സിലാക്കി. ജനസംഖ്യാ കണക്കെടുപ്പ് അവസാനിച്ച് പിരിയാൻ നേരം അവൾ ഒരു പ്രതിമ അയാൾക്ക് നൽകി. അവളുടെ തന്നെ രൂപമുള്ള ക്രുദ്ധഭാവത്തിലുള്ള ഒരു പ്രതിമ, ഒരു രൗദ്ര ഭാവത്തിലുള്ള അവളുടെ പ്രതിമ. അത് കണ്ട് അയാളുടെ മുഖം മങ്ങിയെങ്കിലും അവളോട് നന്ദി പറഞ്ഞ് പോകാനായി അയാൾ എഴുന്നേറ്റു. എന്നിട്ട് ഒരു കടലാസ് കഷ്ണം അവളെ ഏൽപ്പിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് അയാൾ വരച്ച അവളുടെ രൂപമായിരുന്നു അത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട അവൾ അകത്തുപോയി തപസ് ചെയ്യുന്ന ശ്രീപാർവതിയുടെ ഒരു പ്രതിമ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അയാൾ അത് നന്ദിയോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ചു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലൗകികമായ ഒരു സംഗീതം അയാളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞ് കഥാകൃത്ത് കഥ അവസാനിപ്പിക്കുന്നു. സാധാരണ മനുഷ്യരുടെ സാധാരണ കഥയായി ആരംഭിച്ച് അസാധാരണ കഥയായി മരപ്പാവകൾ അവസാനിക്കുന്നു. ചങ്കൂറ്റവും ഇച്ഛാശക്തിയുമുള്ളവളുമാണ് നളിനി എന്ന യുവതി. പുരുഷ മേധാവിത്വത്തെ മറികടക്കാനുള്ള ഉപാധി സ്വായത്തമാക്കിയിട്ടുണ്ട് അവൾ. അവളുടെ തൻ്റെടം കാണുമ്പോൾ, പുരുഷനെ ആശ്രയിക്കാത്ത ജീവിത രീതി കാണുമ്പോൾ നാട്ടുകാരിൽ ചിലർ അവളിൽ വ്യഭിചാരം ആരോപിക്കുന്നു. എന്നാൽ നളിനി അതിനെയും കൂസുന്നില്ല.
ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒന്നിനോടും അവൾ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. കേരളീയ ഗ്രാമത്തിൻ്റെ വിനീത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അനഭ്യസ്ത വിദ്യയായ ഒരു യുവതിയാണ് നളിനി. നളിനിയുടെ സംഭാഷണം ചടുലവും നർമ്മസ്ഫുരിതവുമാണ്. എന്യൂമറേറ്ററുടെ പല ചോദ്യങ്ങളും മനസ്സിലായെങ്കിലും അത് മനസ്സിലായില്ലെന്ന് ഭാവിച്ചുകൊണ്ടാണ് അവൾ മറുപടി പറയുന്നത്. എന്യൂമറേറ്റർ നിമിഷത്തിനിടയിൽ വരയ്ക്കുന്ന അവളുടെ ചിത്രത്തിലൂടെ അയാളും ഒരു കലാകാരനാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ പുറം ലോകത്ത് അലഞ്ഞു നടക്കുന്ന കഥാകാരനും വീടിൻ്റെ അകത്തളത്തിൽ ബന്ധിതയായ കലാകാരിയും തമ്മിലുള്ള ഹൃദയ സംവാദമായി മരപ്പാവകൾ മാറുന്നു. 1898 ഫെബ്രുവരിയിൽ ഏറ്റുമാനൂരിലാണ് കാരൂർ ജനിച്ചത്. 1975 സെപ്റ്റംബർ 30 അദ്ദേഹം അന്തരിച്ചു. ഈ കഥ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അതുകൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നന്ദി.